ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ നല്ലൊരു മീൻകറി ഉണ്ടാക്കാൻ നോക്കിയാലോ. മലബാർ സ്റ്റൈൽ മീൻകറിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് മാങ്ങ അതിലേക്ക് അരിഞ്ഞിട്ടു. അതിനുശേഷം കുറച്ചുകൂടി ഇവിടെ പുളി കുറച്ച് വേണ്ടതുകൊണ്ട് നമ്മളൊരു ചെറിയ തക്കാളി കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. തക്കാളി ചെറുതായതിനു ശേഷം പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളകും അതിലേക്ക് അരിഞ്ഞിട്ടു. രണ്ടുകൂടെ നന്നായിട്ട് മിക്സ് ആക്കണം. അപ്പോൾ പച്ചമുളകൊക്കെ അരിഞ്ഞതിന് ശേഷം നമ്മളെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. എന്നാൽ മാത്രമേ ആ പുളിയെല്ലാം നന്നായിട്ട് തക്കാളിയുടെ പുളിയെല്ലാം നന്നായിട്ട് ഇറങ്ങി വരുള്ളൂ. കൈ കൊണ്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം പാകത്തിനുള്ള വെള്ളവും ഒഴിച്ച് അടുപ്പത്തിട്ട് വെച്ചു. അപ്പോൾ ഉപ്പേരി നേരത്തെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാബേജും ക്യാരറ്റും വെച്ചിട്ടായിരുന്നു. അതിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം അല്പം ഉപ്പും മഞ്ഞളും മുളകും ചേർത്ത് ആഡ് ചെയ്യും. കുറച്ച് മഞ്ഞൾ വേണം. നിങ്ങൾ മുളക് നിങ്ങൾ ആവശ്യത്തിന് ചേർത്തണം. ഓൾറെഡി പച്ചമുളക് ചേർത്തുകൊണ്ട് എരിവുണ്ടാവും. അപ്പം അതുകൊണ്ട് ഏകദേശം ആ ഒരു ഇതിൽ തന്നെ ഇട്ടാൽ മതി. ഉപ്പും പാകത്തിന് ഉപ്പ് ഇടുക. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം അടുപ്പത്തോട്ട് വെക്കുക നമ്മൾ. അപ്പോൾ അത് നന്നായി തിളയ്ക്കണം. തിളച്ചതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മീൻ അതിലേക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ മാങ്ങയും തക്കാളിയും നന്നായി വെന്ത് ആ പുളിയൊക്കെ അതിലേക്ക് ഇറങ്ങി വരണം. അപ്പോൾ നമ്മൾ അടച്ച് വെച്ച് അപ്പോൾ അതിന് ശേഷം ഞാൻ കുറച്ച് തേങ്ങ അരക്കാൻ വേണ്ടിയിട്ട് പോയി. അവരുടെ മീൻ കറിക്ക് നിങ്ങൾക്ക് എത്ര തേങ്ങ വേണോ അത്രയും തേങ്ങ എടുക്കുക. ആ തേങ്ങ എടുത്ത് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് അരച്ചെടുക്കണം നന്നായിട്ട്. വേണമെങ്കിൽ മഞ്ഞൾ ചേർക്കാട്ടോ. കുറച്ച് മഞ്ഞൾ ഇഷ്ടമുള്ളവരാണ്. ഇവിടെ മഞ്ഞൾ കുറച്ച് കൂടുതൽ വേണ്ടതുകൊണ്ട് ഞാൻ മഞ്ഞൾ അതിലേക്ക് കൂടെ ആഡ് ചെയ്താണ്. മുളക് അങ്ങനെ ആഡ് ചെയ്യാറുണ്ട്. അങ്ങനെ അതിട്ടതിന് ശേഷം നന്നായിട്ട് ചെറിയ പുളി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. മിക്സിയിലിട്ട് നന്നായി അരച്ചതിന് ശേഷം നല്ല തിക്ക് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് അരച്ചതിന് ശേഷം നമ്മൾ ആ മിക്സ് ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ നമ്മൾ 2 തവണയായിട്ട് അത് അരച്ചെടുത്തു. അതിനുശേഷം നന്നായിട്ട് പുളിയും തക്കാളിയും മുളകും നന്നായിട്ട് ഒരു കയ്യിൽ കൊണ്ട് നന്നായിട്ട് പോലെ ഉടച്ചെടുത്തു. മാങ്ങ നന്നായിട്ട് ഉടയാൻ വേണ്ടി നല്ലോണം പ്രസ് ചെയ്ത് ഉടയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നന്നായി ഉടച്ചതിന് ശേഷം അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ടു. അപ്പോൾ നിങ്ങളുടെ ഓരോ ആവശ്യത്തിന് അനുസരിച്ചിട്ടുള്ള മീൻ അതിലേക്ക് ഇടും. നമ്മളിവിടെ കുറച്ച് മീൻ കൂടുതലിട്ടിട്ടുണ്ട്. കാരണം ആളുകൾ കൂടുതലുള്ളതുകൊണ്ട് കുറച്ച് മീൻ അധികമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തർ അനുസരിച്ചിട്ട് മീൻ അതിലേക്ക് ചേർക്കുക. അതിനുശേഷം വീണ്ടും ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെക്കുക. ചെറുങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കാരണം മീൻ അയില പെട്ടെന്ന് നമ്മൾ ഉടഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടൊന്ന് ചെറുങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇതൊന്ന് പതയ്ക്കാൻ വേണ്ടി, അധികം ഇത് പതയ്ക്കാൻ അനുവദിക്കരുത്. ഒരു 5 മിനിറ്റ് വരെ പതയ്ക്കാൻ വേണ്ടിയിട്ട് മാറ്റി ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ മീൻ നന്നായിട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ അതിലേക്ക് കറിവേപ്പില കൂടി ആഡ് ചെയ്തു. എന്നിട്ട് ഒന്നുകൂടെ അടച്ചു വെച്ചു. അതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തേങ്ങ അതിലേക്ക് ചേർക്കാൻ പോവുകയാണ്. മീൻ നന്നായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കയ്യിൽ കൊണ്ട് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മീൻ പൊടിയാത്ത രീതിയിൽ മെല്ലെ ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് തേങ്ങേൻ്റെ പാല് ചേർത്ത് കൊടുക്കുക. മഞ്ഞൾ കൂട്ടി അരച്ച് വെച്ച തേങ്ങയുടെ പാല് അതിലേക്ക്, തേങ്ങ പാലല്ല കേട്ടോ, തേങ്ങയാണേ, തേങ്ങ അതിലേക്ക് അരച്ചു കൊടുത്തു. ജസ്റ്റ് ഒന്ന് ഇളക്കി. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം വേണ്ടി വന്നിരുന്നു. ഉപ്പൊക്കെ വേണം. അപ്പോൾ കുറച്ചുകൂടെ ആ ജാറിൽ തന്നെ കുറച്ചുകൂടെ വെള്ളം എടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പാകത്തിനുള്ള ഉപ്പും കൂടെ കുറച്ച് ചേർത്തു. നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ആഡ് ചെയ്യാം. മുളക് പൊടി വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇവിടെ ആവശ്യത്തിനുള്ള കളറുള്ള കൊണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അതിനുശേഷം ഒന്ന് തിളയ്ക്കുന്നവരെ നമ്മൾ നല്ല തേങ്ങ പറഞ്ഞ കറി അധികം തിളയ്ക്കാൻ പറ്റും. ഒന്ന് തിളയ്ക്കുന്നവരെ ഒന്ന് മാറ്റി വെച്ചു. അതിനുശേഷം പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, കടുക്, പച്ചമുളക് ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിക്കുക. വേണമെങ്കിൽ
അപ്പോൾ നന്നായിട്ട് ആയ കറിയിലേക്ക് നമ്മൾ ഈ മിശ്രിതം ചേർത്ത് കൊടുക്കുകയാണ്. അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വയ്ക്കുക. ആ ചൂട് അധികം പുറത്തോട്ട് പോകാത്ത രീതിയിൽ നമ്മൾ അടച്ചു വെക്കണം. അതുപോലെ ടേസ്റ്റ് നോക്കിയാണ്. അങ്ങനെ മീൻകറി റെഡിയായി. നമുക്കിനി ഒരു കറി കൂടി എല്ലാം റെഡിയാക്കാനുണ്ട്. ഈ വടകര ഭാഗത്തൊക്കെ എടശ്ശേരി എന്ന് പറയും, കോഴിക്കോട് ആ ഭാഗത്തൊക്കെ മുരിങ്ങാക്കറി അങ്ങനെയാണെന്ന് തോന്നുന്നു പറഞ്ഞു. മുരിങ്ങാക്കറി അല്ലെങ്കിൽ ഒഴിച്ചുകറി അങ്ങനെയൊക്കെ പറയാം. ഞങ്ങളിവിടെ എടശ്ശേരി എന്നാണ് പറയുന്നത്. ചക്കക്കുരു നന്നായിട്ട് കഴുകി അത് കുക്കറിലോട്ട് വാരിയിട്ടു. അപ്പോൾ ഇടയമ്മ എൻ്റെ കൂടെ സഹായിക്കാനുണ്ട് കേട്ടോ. ഇളയമെല്ലാം ചെയ്തിരുന്നുണ്ടായിരുന്നു. തേങ്ങ ചെറിയ ചക്കക്കുരൊക്കെ ചുടങ്ങി തന്ന ഇളയമ്മയാണ്. ഇളയമ്മേനെ ടേസ്റ്റ് തന്നെ നോക്കാൻ കൊടുത്തു. അത് നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ ശേഷം ഞങ്ങൾ ഈ പച്ചക്കറി വെക്കാൻ പോയത്. ചക്കക്കുരു അതിലേക്ക് ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. ശേഷം കുറച്ച് മുളക് പൊടി ഇടണം. ലേശം ഉപ്പും ഞാൻ ഉപ്പിട്ടതിന് ശേഷമാണ് മുളക് പൊടി ചേർക്കുന്നത് കേട്ടോ. അതെല്ലാം ചേർത്തതിന് ശേഷം പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് നമ്മൾ അടുപ്പത്തോട്ട് വെക്കണം. കുക്കറിൽ ഏകദേശം അതിന് വേറുന്ന രീതിയിലുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. കൂടുതൽ ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾ എരിവും മുളകും നിങ്ങളെ ഓരോ ടേസ്റ്റ് അനുസരിച്ചിട്ട്, അതായത് എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർ കൂടുതലിടുക, അല്ലാത്തവർ കുറവിട്ടിട്ട് അടുപ്പത്തൊക്കെ വെച്ചതിന് ശേഷം അത് വിസിൽ വരുന്നവർ നമ്മൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അപ്പോഴേക്കും മുരിങ്ങേൻ്റെ ഇലയൊക്കെ അമ്മ നുള്ളിയിട്ടിട്ടുണ്ടായിരുന്നു. ആ മുരിങ്ങേൻ്റെ ഇലയും കുറച്ച് മുരിങ്ങയില കുറവായതുകൊണ്ട് കുറച്ച് ചീര കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു 5-6 വിസിൽ വന്നതിന് ശേഷം നമ്മൾ കുരു നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇനി ഒന്ന് ഉടച്ചെടുക്കണം. ചെറിയൊന്ന് ഉടച്ച് കുരു ഒന്ന് നന്നായിട്ട് ഇതാവുന്നവരെ ഒന്ന് ഉടച്ചു കൊടുക്കും. അപ്പോൾ ഈ ചൂടോടെ കൂടെ തന്നെ ഉടച്ചാൽ മാത്രമേ കുരു നന്നായി ഉടയുകയുള്ളൂ. ഇല്ലെങ്കിൽ അതിങ്ങനെ ഒരു കല്ല് ആ ഒരു പരുവത്തിലേക്ക് ഉണ്ടാകും. അപ്പോൾ അലം ചൂടോടെ തന്നെ നമ്മളതിങ്ങനെ ചെറുങ്ങനെ ഉടച്ചെടുക്കും. കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ഒരു കുഴമ്പ് രൂപത്തിൽ ആക്കിയെടുക്കും. അതിനുശേഷം ഇത് അടുപ്പത്തോട്ട് വീണ്ടും വെച്ചപ്പോൾ നമ്മൾ ലാസ്റ്റാണ് ഈ മുരിങ്ങേൻ്റെ ഇല ഇടേണ്ടത് കേട്ടോ. കാരണം മുരിങ്ങേൻ്റെ ഇല അധികം തിളയ്ക്കാൻ പാടില്ല. അതുകൊണ്ട് ലാസ്റ്റ് മൊമെൻറ്റിൽ ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ ഈ മുരിങ്ങേൻ്റെ ഇല അതിലേക്ക് ചേർത്തു. ഒരു തിള മാത്രം വന്നാൽ മതി കേട്ടോ. അധികം ഇതായാൽ അത് കച്ചു പോവും ഇല. അപ്പം ആ ഒരു ചെറിയ രീതിയിൽ അത് അതിലേക്ക് ഇട്ടു. അപ്പോൾ ഇളയമ്മ വന്ന് പെട്ടെന്ന് ഇളക്കി തന്നാണേ. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ നമ്മൾ മീൻ വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അനിയക്ക് മീനില്ലാതെ ചോറുന്നാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മീൻ വറുക്കുമായിരുന്നു. അങ്ങനെ അതെല്ലാം മിക്സാക്കിയതിന് ശേഷം തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. ഇളയമ്മ നേരത്തെ തന്നെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് തേങ്ങയും ചെറിയുള്ളിയും ജീരകവും ഇട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മിക്സ് ചെയ്ത് നമ്മളിനി അതിലേക്ക്, അപ്പോൾ ഇങ്ങനെ ചെറിയ തിള വരുന്ന സമയത്ത് തന്നെ നമ്മൾ ആ അരച്ച് വെച്ച തേങ്ങ കൂടി ഇതിലേക്ക് ചേർക്കണം. അധികം ചൂടാവാൻ ഇനി നിൽക്കരുതേ. അങ്ങനെ ആ മിശ്രിതം അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തു. തേങ്ങ ഇതിന് കുറച്ച് മതി. തേങ്ങ പച്ചക്കറിക്ക് അധികം തേങ്ങേൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മളൊരു മുറിയുടെ പകുതിയാണ് എടുത്തത്. അതെടുത്ത് നന്നായിട്ട് അതിലേക്ക് ചേർത്ത് കുറച്ചുകൂടെ വെള്ളം വേണമായിരുന്നു. അപ്പോൾ ഒരു ഒഴിച്ച് കറി പോലെ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ അത് കുറച്ചുകൂടെ വെള്ളം അതിലേക്ക് ഒഴിച്ച് അപ്പോൾ നല്ല മുരുമുനായിട്ട് അപ്പോൾ കുറച്ചുകൂടി നമ്മളോട് മഞ്ഞൾ കുറച്ച് അധികമാണെന്ന് പറഞ്ഞു. അപ്പോൾ മഞ്ഞൾ പൊടി കുറച്ചുകൂടെ ഇട്ടു. അപ്പോൾ മഞ്ഞ കളറാണ് കുറച്ചുകൂടി കറിയിലൊക്കെ ഈ ഭാഗത്തേക്ക് ഉണ്ടാവുക. അതിന് ശേഷം അത് തിളയ്ക്കുമ്പോഴേക്ക് നമ്മൾ അടുത്ത പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട്, ഇതിൽ ഉലുവ ചേർക്കില്ല കേട്ടോ. അപ്പോൾ കടുകിട്ട് വറ്റൽമുളകും ഇട്ട്, പിന്നെ വേണമെങ്കിൽ കരിവേപ്പില ആഡ് ചെയ്യാം. അത് ഓരോരുത്തരെയും ടേസ്റ്റ് അനുസരിച്ചിട്ടാൽ മതി. വറ്റൽമുളകും നിങ്ങൾ ആഴത്തിലിട്ടതിന് ശേഷം ഇത് കറിയിലോട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. മീൻ കറിയേക്കാളും കുറച്ചുകൂടി ടേസ്റ്റ് എനിക്ക് തോന്നിയത് മുരിങ്ങാക്കറിയും ചക്കക്കുരു ഇടശ്ശേരി പോലെ. പിന്നെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം എനിക്ക്
ജോലി കയറാനുണ്ട്. അപ്പോൾ എല്ലാം ക്ലീൻ ആക്കിയ ശേഷം കുളി കൂടി കഴിഞ്ഞ് ഞാൻ ജോലിയിലേക്ക് കയറാൻ പോകും. അപ്പോൾ അത് ആവണി ലാസ്റ്റ് വന്ന് എടുത്താണ് വൃത്തിയാക്കി വെച്ചതല്ല. നമുക്കൊരു മനസ്സിന് സന്തോഷമല്ലേ എല്ലാം ക്ലീൻ ആക്കി വെച്ച്. പെട്ടെന്ന് നമ്മൾ അടുക്കളോട്ട് വരുമ്പോൾ നല്ല ക്ലീൻ ആയിരിക്കുമല്ലോ. അതെല്ലാം ആക്കിയതിന് ശേഷം ഇനി കുളി കഴിഞ്ഞ് ജോലിക്ക് കയറണം. അപ്പം ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.